ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് ഫെബ്രുവരി മാസം 15-ാം തീയതി. എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനവും ശുഭദിന ആശംസകളും നേരുന്നു. ഇന്നത്തെ ധ്യാനത്തിന് ആധാരമായി നാം ഉൽപ്പത്തി പുസ്തകം 44-ാമത്തെ അധ്യായമാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഈ അധ്യായത്തിൽ നമ്മുടെ കഥാപാത്രങ്ങൾ ജോസഫും സഹോദരന്മാരുമാണ്. പക്ഷേ രസകരമായിരിക്കുന്ന അനുഭവങ്ങളാണ് ഇവിടെയുമുള്ളത്. ജോസഫിൻ്റെ സഹോദരന്മാർ ബെന്യാമീനുമായി മിസ്രൈമിലെത്തി. അവരെ ധാന്യം കൊള്ളുവാനാണ് വന്നത്. ജോസഫ് അവരെ ഉചിതമായി സൽക്കരിച്ചു. അവരെ എല്ലാം തൻ്റെ വീട്ടിൽ വിളിച്ച് അവർക്കെല്ലാം ആഹാരം കൊടുത്തു. രസകരമായൊരു കാര്യമെന്ന് പറയുന്നത്, ഇവരെ ഇരുത്തിയത് പ്രായമനുസരിച്ചാണ്. മൂത്തവൻ തുടങ്ങി ഇളയവൻ വരെ എല്ലാവരും കൃത്യമായി. സഹോദരന്മാരിങ്ങനെ അന്തിച്ചേട്ടാ, ഇവനെങ്ങനെയാണ് നമ്മളുടെ ആരാ മൂത്തത്, ഇളയവന് രണ്ടാമൻ മൂന്നാമൻ നാലാമൻ എങ്ങനെയാണ്? അപ്പോൾ പോലും ഇവന്മാർക്ക് ഇത് ജോസഫാണ് ഒരു സംശയം പോലും വന്നില്ല. അവരിങ്ങനെ അന്തിച്ചു, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. എത്ര രസമായിരിക്കുന്നു കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞു. ബെന്യാമീന് 5 ഇരട്ടി എല്ലാവർക്കും കൊടുത്തതിൻ്റെ 5 ഇരട്ടി കൊടുക്കുകയും ചെയ്തു. എങ്കിലും അവർക്കൊന്നുമില്ല. തിരിച്ചു പോകുമ്പോൾ ഒരു കാര്യം ചെയ്തു. എന്ത് ചെയ്തു? ബെന്യാമീൻ്റെ ചാക്കിൻ്റെ വായ്ക്കൽ ജോസഫിൻ്റെ പാനപാത്രം വെച്ചു. എന്നിട്ട് അവരങ്ങനെ യാത്രയായി. പുറകെ തൻ്റെ സെക്യൂരിറ്റിയോ ആരെയോ അയച്ചു എന്ന് പറഞ്ഞു, അവരോട് ചോദിക്കണം, നിങ്ങളെന്താണ് നന്മയ്ക്ക് പകരം തിന്മ ചെയ്തത്? ജോസഫ് നിങ്ങളെ എല്ലാവരെയും വരുത്തുകയും സ്വീകരിക്കുകയും നിങ്ങൾക്ക് ആഹാരം തരികയും എല്ലാം ചെയ്തിട്ട് നിങ്ങൾ ഇറങ്ങി പോന്നപ്പോൾ അവൻ്റെ പാനപാത്രം മോഷ്ടിച്ചുകൊണ്ടാണ് പോയത്. അയ്യോ, അവർ പറഞ്ഞു, എൻ്റെ ജവാന്മാരെ, ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നവരല്ല. ആദ്യം ഞങ്ങളുടെ ചാക്കിൻ്റെ വാതിൽക്ക് പണം ഇരുന്നിട്ട് ഞങ്ങൾ തിരിച്ചു കൊടുത്ത് തന്ന ആളുകളാണ്. ഞങ്ങളങ്ങനെ ഒരിക്കലും ചെയ്യില്ല. എന്നിട്ട് പറഞ്ഞു, ആരുടെ വാതിക്കൽ പാനപാത്രം കാണും അവൻ അടിമയായിരിക്കും എന്ന് പറഞ്ഞു. ചാക്കിറക്കി എല്ലാവരുടെയും മൂത്തവൻ തുടങ്ങി ഇളയവൻ്റെ വരെ പരിശോധിച്ചപ്പോൾ ബെന്യാമീൻ ചാക്കിൻ്റെ വാതിക്കലിരിക്കുന്നു ജോസഫിൻ്റെ പാനപാത്രം. ആകപ്പാടെ മാനസികമായി അവർ തളർന്നെന്ന് പറഞ്ഞാൽ മാനസിക വേദനയുടെ ഒരംശം അവരും അനുഭവിച്ചു. ഞാൻ പറയട്ടെ, ജോസഫ് അനുഭവിച്ച മാനസിക വേദനയുടെ അംശം ആ സമയത്ത് അവരും അനുഭവിച്ചു. കാരണം അവർ ജോസഫിനെ വിറ്റപ്പോൾ ജോസഫ് എന്തോ ഒരു മാനസികാവസ്ഥ, പൊട്ടക്കണ്ടി വിട്ടപ്പോൾ എന്തോ ഒരു മാനസികാവസ്ഥ, വേദന അനുഭവിച്ചു. അവിടുന്ന് കയറ്റി ഇസ്മായിലർക്ക് വിറ്റപ്പോൾ എന്തൊരു മാനസികാവസ്ഥ. അതുപോലെ തന്നെ ജോസഫിൻ്റെ ജീവിതത്തിൽ അവൻ അനുഭവിച്ചതായിരിക്കുന്ന വേദനകൾ എന്തെല്ലാം, തടവിൽ കിടന്ന കാലത്ത് എന്തെല്ലാം വേദനകൾ. എന്നാൽ ഇപ്പോഴിതാ യഹൂദ അവർക്ക് പകരം അവസാനം തടവിലാകാനായിട്ട് സമ്മതിച്ചു. ബെന്യാമിനെ പിടികൂടി. ബെന്യാമിൻ ജയിലിൽ കിടക്കണമെന്ന് പറഞ്ഞു. യഹൂദ മുന്നോട്ട് വന്ന് പറഞ്ഞു, അവന് പകരം ഞാൻ ഗ്യാരണ്ടി ആയിരിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ജോസഫ് എന്താ ഇവിടെ ചെയ്തതെന്ന് ചോദിച്ചാൽ, സഹോദരന്മാർക്ക് യഥാർത്ഥമായിരിക്കുന്നൊരു മാനസാന്തരം വന്നോ? ജോസഫിനെ വിറ്റതിൽ അവർക്കൊരു ഖേദം വന്നോ? സഹോദരന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കാൻ ഇവർ തയ്യാറാകുമോ? ഇപ്പം മനസ്സിലായി. ബെന്യാമീന് വേണ്ടി, റാഹേലിൻ്റെ മകന് വേണ്ടി വന്ന ജയിലിൽ കിടക്കാൻ ലേയുടെ മകന് തയ്യാറാണ്. ആ പഴയ വാശിയും വൈരാഗ്യമൊക്കെ പോയി എന്നുള്ള കാര്യം ജോസഫ് ഉറപ്പ് വരുത്തി. അവസാനം ജോസഫ് അങ്ങനെ തന്നെ വെളിവാക്കുന്നുണ്ട്. അത്ര മനോഹരമായിരിക്കുന്നൊരു കാര്യമാണ്. ബെന്യാമീൻ പിതാവിന് ഇഷ്ടമകനാകുന്നു എന്ന് അവൻ അറിഞ്ഞു. ജോസഫിനെ സ്നേഹിച്ചതിലുള്ള പരിഭവം ഇന്ന് അവർക്കില്ലെന്ന് ജോസഫ് മനസ്സിലാക്കി. അവർ പാഠം പഠിച്ചു. യാതൊരു സമാധാനവും കഴിഞ്ഞ വർഷങ്ങളിൽ അവർ അനുഭവിച്ച് കാണുകയില്ല. ജോസഫ് അവരെ ഇത്തിരി നോവിപ്പിച്ചു എന്ന് ഞാൻ പറയട്ടെ. ജോസഫ് അവരെ ഇത്തിരി നോവിപ്പിച്ചു. പക്ഷേ അത് ആവശ്യമായിരുന്നു. കാരണം അവർക്ക് യഥാർത്ഥ മാനസാന്തരം വന്നു എന്നറിയുവാൻ വേറെ മാർഗം ഉണ്ടായിരുന്നില്ല. രൂബേൻ അവരുടെ തെറ്റിനെ അവരെ ഓർമ്മിപ്പിച്ചു. ബാലിനോട് ദോഷം ചെയ്യരുതെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലയോ എന്ന് പറഞ്ഞു. എന്നിട്ടും ഒരിക്കലും പറഞ്ഞില്ല, നമ്മൾ ആ ജോസഫിനെ വിറ്റില്ലേടാ, ഇശ്മായിലിയർക്ക് വിറ്റില്ലേ, നമ്മൾ കാശ് വാങ്ങിയില്ലേ, നമ്മൾ അപ്പനെ ചതിച്ചില്ലേ, അവൻ്റെ വസ്ത്രം നമ്മൾ ആടിൻ്റെ രക്തത്തിൽ മുക്കി കൊണ്ടു കൊടുത്തില്ലേ. ഇതൊന്നും അവർ സമ്മതിച്ചില്ല. എന്നാൽ ഇപ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലായി, അവരുടെ തെറ്റിനെ മറച്ചു വയ്ക്കാനായിട്ട് സാധിക്കില്ല. ദൈവം നീതിമാനാണ്, തെറ്റിന് ശിക്ഷ നൽകുന്നവനാണ്. അതവർക്ക് മനസ്സിലായി. പക്ഷെ അവർക്കൊരു കാര്യം കൂടെ മനസ്സിലായി, ദൈവം കരുണയുള്ളവനാണ്, തെറ്റ് ക്ഷമിച്ചു തരുന്നവനാണ്. ജോസഫിനെ അനുഗ്രഹിച്ച ദൈവം ആ അനുഗ്രഹത്തിൽ സഹോദരന്മാരെയും പങ്കാളികളാക്കി. യാക്കോബിൻ്റെ മുഖം കാണുവാൻ ജോസഫിന് വീണ്ടും അവസരം കൊടുത്തു. യാക്കോബിൻ്റെ ദുഃഖവും സന്തോഷമായി മാറി. ജോസഫ് അയച്ചതായിരിക്കുന്ന ആ രഥങ്ങളും കുതിരകളും ഒക്കെ കണ്ടപ്പോൾ യാക്കോബിന് ചൈതന്യം വന്നെന്നാണ്. എൻ്റെ മകൻ ജീവിച്ചിരിക്കുന്നു, അവനെ പോയി കണ്ടാൽ മതിയെന്ന്. ജോസഫ് രക്ഷപ്പെട്ടു എന്ന് യാക്കോബിന് മനസ്സിലായി. ഒരിക്കൽ ജോസഫ് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് വിലപിച്ചതായിരിക്കുന്ന യാക്കോബ് ഇപ്പോൾ എൻ്റെ മകൻ രക്ഷപ്പെട്ടു, ജീവനോടിരിക്കുന്നു എന്ന് പറഞ്ഞു. ജോസഫിൻ്റെ 2 മക്കളെ കാണാനും യാക്കോബിന് അവസരം കൊടുത്തു, അവന് ആയുസ് കൊടുത്തു, അവസരം കൊടുത്തു. എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, രസകരമായിരിക്കുന്നൊരു കാര്യം ഞാൻ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കട്ടെ. ഇത്രയും കത്തുന്ന ഹൃദയം ഉണ്ടായിട്ടും സത്യം പറയുന്ന ഒരു നാവ് ഈ സഹോദരന്മാർക്കുണ്ടായില്ലല്ലോ എന്നുള്ളതാണ്.
ജോസഫാണ് എന്ന് പറഞ്ഞുടനെ എൻ്റെ സഹോദര, ഞങ്ങൾ നിങ്ങളോട് ചെയ്തതായിരിക്കുന്ന അന്യായം ഞങ്ങളോട് ക്ഷമിക്കണമേ. നീ അന്ന് കരഞ്ഞപ്പോൾ ഞങ്ങൾ നിൻ്റെ കരച്ചിൽ കണ്ടതാണ്, എന്നിട്ട് ഞങ്ങൾ വിറ്റ കഠിനഹൃദയന്മാരാണ്, നീ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് ഈ സഹോദരന്മാർ പറയേണ്ടതല്ലേ? അവർ പറഞ്ഞില്ല, അവർ മിണ്ടാതെ ഇരുന്നതേ ഉള്ളൂ. നമ്മുടെ സ്വഭാവം പലപ്പോഴും പല കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കുമെങ്കിലും അങ്ങോട്ട് നാവെടുത്ത് നേരെ അങ്ങ് പറയാനായിട്ട് ഐ ആം റോങ്, ഐ ആം സോറി, ഐ ഡിഡ് ദ റോങ് എന്ന് പറയാനായിട്ട്, അങ്ങനെയൊക്കെ പറ്റിപ്പോയി, അങ്ങനെയൊക്കെ സാഹചര്യത്തിൽ വന്നുപോയി എന്നൊക്കെ പറയുമെന്നല്ലാതെ ഞാൻ തെറ്റ് ചെയ്തു എന്ന് പറയാനായിട്ട് സഹോദരന്മാർക്ക് ഒരവസരമില്ല. അവസാനം യാക്കോബ് മരിച്ച ശേഷമാണ് അവർ ശരിക്കും വന്ന് ജോസഫ് അവർക്ക് പ്രതികാരം ചെയ്യുമെന്ന് തെറ്റിദ്ധരിച്ചിട്ട് അവർ വന്നിട്ട് ജോസഫിനോട് പറയുന്നത് ഞങ്ങളെ ക്ഷമിക്കണമേ എന്ന് പറയുന്നത്. എൻ്റെ പ്രിയമുള്ളവരെ, ദൈവം എത്ര നല്ലവനെന്ന് ഞാൻ ഓർക്കുകയാണ്. ദൈവം എത്ര നല്ലവനാണ്, ദൈവത്തിൻ്റെ വഴികൾ എത്ര നല്ലതാണ്. ദൈവം നമ്മോട് കരുണയോടെ പെരുമാറുന്ന ഒരു ദൈവമാണ്. ആ ദൈവത്തെ നാം സ്നേഹിക്കണം. ദൈവം നമ്മുടെ കാര്യങ്ങൾ നടത്തുന്നതായിരിക്കുന്ന വിധങ്ങൾ മനസ്സിലാക്കി നാം തീർച്ചയായിട്ടും ദൈവം മുൻപാകെ പ്രവർത്തിക്കുകയും ജീവിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ.